ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ കാർബറേറ്റർ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. ക്ലീൻ ചെയ്താൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരിക്കത്തില്ല, 8ൻ്റെ പണി കിട്ടും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കാർബറേറ്റർ ക്ലീനിങ്. അഥവാ ബൈക്കൊക്കെ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും അവർ പറയുന്നൊരു കാര്യമാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ശരിക്കും കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ വെറുതെ പറയുന്നൊരു കേസാണോ? കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് കേൾക്കുന്നൊരു കാര്യമാണ് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും ഇത് ആവശ്യമുള്ളൊരു കാര്യമാണോ? എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ കാർബറേറ്റർ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. ക്ലീൻ ചെയ്താൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരിക്കത്തില്ല, 8ൻ്റെ പണി കിട്ടും. നിങ്ങളിൽ ആരെങ്കിലും കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ള അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് പറയാം എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്. ഈ ഒരു കാര്യം റെക്കമെൻഡഡ് വർക്കാണോ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇതൊരു റെക്കമെൻഡഡ് വർക്കല്ല. ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാഹനത്തിന് മൈലേജ് കുറവെന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയും കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ശരിയാകും. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും അവർ പറയുന്നൊരു കാര്യമാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ശരിയാകും. പുള്ളിംഗ്ലെസ് പറയുന്ന സമയത്തും പറയുന്നൊരു കാര്യമാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ശരിയാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം പറയുന്ന സമയത്ത് നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്തോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് കൃത്യമായിട്ടുള്ളൊരു അളവിൽ എയറും ഫ്യൂലും കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വസ്തുവാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബറേറ്ററിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? എയറിനെ വലിക്കുന്നു, എയർ ഇതിനകത്തൂടെ വരുന്ന സമയത്ത് ഫ്യൂലും കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് പോകുന്നത്. അങ്ങനെ എഞ്ചിനകത്ത് ഈ ഫ്യൂൽ ബേണിങ് നടക്കുന്നുണ്ട്. കാർബറേറ്ററിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഫ്യൂൽ ചെല്ലത്തില്ല, എയർ വരും പക്ഷേ ഫ്യൂൽ വരത്തില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പറയുന്ന മിസ്സിങ് വരുന്നത്, പുള്ളിംഗ് ലെസ് വരുന്നത്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബറേറ്ററിൻ്റെ പ്രശ്നമുണ്ടോ? ആദ്യമേ കയറി കാർബറേറ്റർ പണിതോളാൻ ഒരു കാരണവശാലും പറയരുത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. കമ്പനി പ്രീ സെറ്റ് ചെയ്ത് വരുന്നൊരു കാർബറേറ്ററിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഷോറൂമിലാണെങ്കിൽ പോലും അവർക്കൊരു അഡീഷണൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തിരിച്ച് റീഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രീതി, അതായത് മാനുഫാക്ചറർ കൊടുത്തിരിക്കുന്ന രീതിയിലോട്ട് ഒരു കാരണവശാലും വരില്ല, 100% ഉറപ്പാണ്. അതുകൊണ്ട് കഴിവതും ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഒരു കാർബറേറ്ററിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ വരാതിരിക്കത്തില്ല, വരും. അതും കുറേയൊക്കെ നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. ആ പ്രശ്നം ഇതിലോട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാർബറേറ്റർ അഴിച്ചു, ഇതിൻ്റെ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെയും മാറി നമ്മൾ വേറെ വെച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും അവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളും മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്യാസ്കറ്റ് മാറുന്നതിൻ്റെ ഫുള്ള് കാർബറേറ്റർ നമ്മൾ അഴിച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നടത്തും, ഫ്ലോട്ടിൻ്റെ ഗ്യാപ്പ്, ഡിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കാർബറേറ്റർ അഴിക്കാതിരിക്കാൻ നോക്കുക, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ കാർബറേറ്ററിനകത്ത് പൊടി കാര്യങ്ങളൊക്കെ കയറുന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഒന്നെങ്കിൽ നമ്മുടെ എയർ ഫിൽറ്ററിന് പ്രശ്നമുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ കൃത്യസമയത്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് ഇതുപോലെ ഇതിനകത്ത് പ്രോബ്ലംസ് വരാറുണ്ട്. എയർ ഫിൽറ്റർ അഴിച്ച് പുതിയ വേറെ ടൈപ്പ് എയർ ഫിൽറ്ററൊക്കെ വെക്കുന്ന സമയത്ത് ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ, പൊടി കൂടുതൽ കയറിയിട്ടുണ്ടെങ്കിൽ അതും കാർബറേറ്ററിനകത്തൂടെയാണ് കയറി പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കും. നമ്മുടെ ഫ്യൂവലിനകത്ത്, അതായത് നമ്മുടെ പെട്രോളിനകത്ത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടി എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഫ്യൂവൽ ടാങ്കിനകത്ത് പൊടിയുടെ അംശമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കൂടുതലും റിസർവിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ പണ്ടും റെക്കമെൻഡ് ചെയ്യുമായിരുന്നു, ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ബൈക്കാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് കൂടുതൽ ഫ്യൂൽ ഒരു കാരണവശാലും റിസർവിൽ തന്നെ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ഒരു മെയിൻ ലൈനിൽ തന്നെ ഫ്യൂൽ നിൽക്കുന്ന രീതിക്ക് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഈ പെട്രോളിനകത്ത് വരുന്ന പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ അടിഞ്ഞ് കൂടിക്കോളും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കാർബറേറ്ററിൻ്റെ കേസ് കേട്ടും മറക്കരുത്. ഈ കാർബറേറ്റർ ഒരു കാരണവശാലും ക്ലീൻ ചെയ്യാൻ കൊടുക്കരുത്. ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിക്കും, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് ശരിയാകത്തില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വരുന്നൊരു കംപ്ലയിൻറ്റ് ചിലപ്പം പെട്രോൾ ഓവർഫ്ലോ വരും, മൈലേജ് കുറയും, പവർ കുറഞ്ഞിട്ടുണ്ട്, പുള്ളിംഗ് ലെസ് ഉണ്ടായിട്ടുണ്ട്, വാഹനത്തിന് മിസ്സിങ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം ഇതിനകത്തൊരു നീഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നീഡിലാണ് ശരിക്കും എങ്ങനെയാണ് കാർബറേറ്ററിൻ്റെ വർക്കിംഗ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെഞ്ചറുണ്ട്, ഒരു നീഡിൽ, ജസ്റ്റ് ഒരു നീഡിലാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നീഡിൽ മേളിൽ നിന്ന് നല്ല തിക്നെസ്സിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കൂർത്തായിരിക്കും വരുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഒരു ഹോളിനകത്തോട്ട് കയറി ഇറങ്ങിയിരിക്കും.
ഒരു ഹോളെന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്താണ് ശരിക്കും നമ്മുടെ ടാങ്ക്, ഒരു ചെറിയൊരു ഫ്യൂൽ റിസർവ് ടാങ്ക് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ വലുതാണെന്ന് വിചാരിക്കുന്നത്, വളരെ കുഞ്ഞു സാധനമാണ്, അതിലോട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത്, അതായത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു പിസ്റ്റനാണുള്ളത്. ഈ പിസ്റ്റൻ പതുക്കെ മേലോട്ട് പൊങ്ങും. ആ പിസ്റ്റൻ പൊങ്ങുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്താണ് ഇത് പൊങ്ങുന്നത്. ഇത് പൊങ്ങുന്ന സമയത്ത് ഇതിലെ എയർ വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ വാക്യൂം ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ വാക്യൂമിൻ്റെ ഫലമായിട്ടാണ് ഫ്യൂൽ അടിയിൽ നിന്ന് നേരെ മേളിലോട്ട് വരുന്ന സ്പ്രേ ആയിട്ട് വരുന്നതിൻ്റെ ഒരു ഫോം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കാറൊക്കെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെയൊക്കെ ഒരു ചെറിയ ടെക്നോളജി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു രീതിയാണ് കാർബറേറ്ററിൽ വർക്കിംഗ് നടക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ നീഡിലിന് എന്തെങ്കിലും ഗ്യാപ്പ് വ്യത്യാസമോ, നീഡിലിന് വലിപ്പം കൂടുതലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ജെറ്റിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടില്ല, കൂടുതൽ ഫ്യൂൽ ബേൺ ആവും, പുക വരും, മൈലേജ് കുറയും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഈ കംപ്ലയിൻറ്റ്സ് വല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുള്ളിംഗ്ലെസ് ഉണ്ടോ, കാർബറേറ്ററിൻ്റെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക, എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക, ഫ്യൂലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, ഫ്യൂൽ നല്ലതല്ലെങ്കിൽ ഫ്യൂൽ ടാങ്കളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി അവസാനം ഏറ്റവും ലാസ്റ്റ് മാത്രം നിങ്ങൾ കാർബറേറ്റർ തൊടാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യമേ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് പിന്നെ മറ്റതൊക്കെ നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് നല്ലതല്ല. അത് വളരെ കൃത്യമായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും ഈ ഒരു വർക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു വർക്ക്ഷോപ്പിൽ ചോദിച്ചിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വർക്ക്ഷോപ്പിലും കൂടെ കാണിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളായിട്ട് കൊണ്ട് നമ്മുടെ കുഴി തോണ്ടരുത്. അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കത്തില്ല, പണി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതും നിങ്ങൾ മനസ്സിലാക്കുക.